ഹലോ. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് എല്ലാം നമ്മളെ ഉണ്ടായ വിഭവങ്ങളാട്ടോ. ഇപ്പോ ചിങ്ങമാസമായി. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ഇപ്പൊ ഇനി എന്താ പറയാ, വേനൽക്കാലം ആവുമ്പോ നമ്മള് മാങ്ങ, ചക്ക അതുകൊണ്ടൊക്കെയുള്ള വിഭവങ്ങളായിരുന്നു. ഇപ്പൊ മഴക്കാലമായപ്പോ നമ്മള് ഇലക്കറികള്, അതേമാതിരി ചേനത്തണ്ട്, ചേമ്പുന്നണ്ട്, പിന്നെ ഇപ്പൊ കായ ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ കായ വറുത്തപ്പോ കായ തോലുകൊണ്ട് ഉപ്പേരി. പിന്നെ ഇപ്രാവശ്യം കൂന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട്. ഇക്കുറി കുറച്ച് കിട്ടിയില്ല, ഒറ്റ ദിവസം ഉണ്ടായുള്ളൂ കൂന്. അപ്പൊ ഈ കൂന് വെച്ചിട്ടൊരു കറി, അതൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിന്റെ വിഭവങ്ങള്. അപ്പൊ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ഈ ചേനത്തണ്ട് വെച്ചിട്ട് ഒരു മോര് പാർന്ന കൂട്ടാനാണ്. അപ്പൊ ആദ്യം ചേനത്തണ്ട് ഒന്ന് റെഡിയാക്കട്ടെ. ഈ കാലത്താണ് ചേനയും ഒക്കെ നന്നായി വേവുക. വേനൽക്കാലത്ത് അധികം വേവില്ല. അപ്പൊ ഇത് ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ ഞാൻ നുറുക്കുന്നത്. നീളത്തിൽ നുറുക്കിയിട്ടുണ്ട്. ഇതിൽ വേറെ കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ, വെറും ഈ തണ്ട് മാത്രമേ ഇടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് നീളത്തിൽ നുറുക്കിയിടുന്നത്. ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പൊ കഷ്ണങ്ങളൊക്കെ നുറുക്കി കഴിഞ്ഞു. ഇനി ഇതിൽ കുറച്ച് വെള്ളം പറഞ്ഞാൽ മതി കേട്ടോ. എന്താ വെച്ചാൽ അത് തണ്ടല്ലേ, ഇപ്പൊ വെള്ളം ഇത് തന്നെ ഉണ്ടാവും. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി. പിന്നെ നമ്മൾ പച്ചമുളകാണ് അരക്കുന്നത്. അപ്പൊ ഒരു 1/2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കട്ടെ. ഇനി കൂട്ടാൻ വേണ്ട ഇത് അരയ്ക്കാൻ പോവാണ്. ഞാനൊരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈര്, കുറച്ച് പുളിയുള്ള തൈര്, 2 പച്ചമുളക്, കുറച്ച് ജീരകം, ഇതെല്ലാം കൂടിയിട്ട് നന്നായി അരയ്ക്കണം. അപ്പൊ നാളികേരം എല്ലാം നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചു. കഷ്ണം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് ഞാൻ. ഇത് നന്നായി തിളക്കട്ടെ കേട്ടോ. ഇപ്പൊ തിള വന്ന് തുടങ്ങിട്ടോ. ഇനി ഒന്ന് ഓഫ് ചെയ്യാം. നാളികേരം വളരെ കുറച്ചായാലും ഇങ്ങനെ വെള്ളം മതിയായിരിക്കും, ഇങ്ങനെ ഒരു കട്ട ഉണ്ടാവില്ല. അതിനാണ് ഞാൻ കുറച്ചധികം നാളികേരം ചേർക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉലുവ ഇടുന്നുണ്ട് കേട്ടോ. കടുക്, മുളകും കറിവേപ്പിൻ്റെ ഇലയും. കടുക് നന്നായി പൊട്ടി. ഇനി ഇതിലേക്ക് ഇപ്പൊ ചേനത്തണ്ട് മോരുകറി റെഡി ആയിട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂൺ മസാലക്കറി. ഈ കൂണിന്റെ കൂടെ ഞാൻ ചക്കക്കുരും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ചക്കക്കുരു ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചതാണ്. അപ്പോ ഇതിലേക്ക് ഇനി വേണ്ട സാധനങ്ങള്: ഉള്ളി, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പൊ ഇതെല്ലാം കൂടി ഇനി ഒന്ന് നമുക്ക് വഴറ്റാം. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഇഞ്ചി, ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഒക്കെ കൂടി ഒന്ന് ആദ്യം മൂപ്പിക്കട്ടെ. ഇതൊരുവിധം മൂത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഉള്ളി അരിഞ്ഞത് ഇടുകയാണ്. പിന്നെ ഒന്ന് നന്നായി വഴലണം കേട്ടോ. കുറച്ച് കറിവേപ്പിന്റെ ഇല ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഓൾറെഡി മൂത്തു കേട്ടോ ഉള്ളി. ഇനി ഇതിലേക്ക് മസാലകളെല്ലാം ഇടണം. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല. ഇതെല്ലാം ഇട്ടൊന്ന് നന്നായി വഴറ്റുക. തീയൊന്ന് സിമ്മിൽ വെക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിലേക്ക് ഈ കൂൺ വൃത്തിയാക്കി വെച്ച കൂൺ ഇതിലേക്ക് ഇടുക. കുറച്ച് ഉപ്പിടുന്നുണ്ട്. പിന്നെ ഈ നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരു ഇല്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം വരുന്നുണ്ട്. ഇത് നന്നായി ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക.
കൂണിന് അത്ര അധികം വേവില്ല. നമ്മള് ഓൾറെഡി ചക്കക്കുരു വേവിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്നാവും. ഇതൊന്ന് അടച്ചു വെക്കട്ടെ. ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ ഞാൻ ഇന്നലെ കായ വറുത്തതിന്റെ തോലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പയറിട്ടിട്ടല്ല ഉണ്ടാക്കുന്നത്, നമ്മള് എന്താ പറയാ മുതിര ഇട്ടിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ മുതിര ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കായത്തോല് നുറുക്കണം. അപ്പൊ അത് ചെറുതാക്കി നുറുക്കട്ടെ. അപ്പൊ കായത്തോലൊക്കെ ചെറുതാക്കി നുറുക്കി ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മുതിര. അപ്പൊ അതിലേക്ക് മുതിര ഓൾറെഡി വേവിച്ച് വെച്ചു. ഇനി ഇതിലേക്ക് ഞാൻ ഈ കായത്തോല് ഇടുകയാണ്. ഈ വെള്ളം മതി, ഇതിൽ കിടന്നിട്ട് വെന്തോളും. അപ്പൊ ഇതിലേക്ക് ഇനി ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ. ഇത് 2 വിസിൽ വരുമ്പോഴേക്കും വേവ്. ഓൾറെഡി നമ്മള് മുതിര വേവിച്ച് വെച്ച കാരണം ഈ കായത്തോലിന് അധികം വേവില്ല. അപ്പൊ 2 വിസിൽ വെച്ച് വന്നാൽ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നമുക്കിത് ഇപ്പൊ ചക്കക്കുരും കൂനും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി യോജിച്ച് ഒരു ചിക്കന്റെ പരുവായി. കൂന് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. കൂൺ ചക്കക്കുരു മസാലക്കറി റെഡി ആയിട്ടോ. ഇനി ഇത് ഓഫ് ചെയ്യാൻ പോവാണ് ഇങ്ങനെ. ഇത് 2 വിസിൽ വന്നു കേട്ടോ. അതിന് ഓഫ് ചെയ്യാണ്. ഇത് ആവി പോയിട്ട് നമുക്ക് വറുത്തിടും. കടുകും മുളകും കരിവേപ്പിന്റെ ഇലയും കൂടിയൊക്കെയാണ് വറുത്തിടുന്നത്. ഇനി വറുത്ത് ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഈ വേവിച്ച് വെച്ച കായത്തോല് മുതിര ഇതിലേക്കിടുന്നു. ഇത് ഞാൻ പയറിട്ടിട്ടൊരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് അതേമാതിരി തന്നെ ഇത് മുതിര ഇട്ടിട്ടാണെന്ന് മാത്രം. ഇതിന്റെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് കായത്തോല് ഒറ്റയ്ക്കാണ് വെക്കുന്നത് വെച്ചാൽ നമുക്കതില് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ ഒരു ചുവന്ന മുളക്, പിന്നെ നാളികേരം, ഇതെല്ലാം കൂടി ചതച്ചിട്ട് അതിലിടുകയും ചെയ്യാം കേട്ടോ. അപ്പോഴും അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പൊ ഇന്നത്തെ ലഞ്ച് റെഡിയായി. ഇനിയിപ്പോ ഞങ്ങൾ കഴിക്കാൻ പോവാ കേട്ടോ. അപ്പോൾ ആദ്യം ചോറ്, ഈ വിഭവങ്ങളൊക്കെ വിളമ്പട്ടെ. ഇഞ്ചിപ്പുളി, കടുമാങ്ങ. കടുമാങ്ങയൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്തു വെച്ച് കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റായി. ഇനി കായത്തോലുപ്പേരി, കൂൺ മസാലക്കറി, പിന്നെ നമ്മുടെ കാളൻ, ചേനത്തണ്ട് കാളൻ. എന്താ വേണ്ടത്? ഇന്നൊരു കുറവുണ്ട്. എന്താ? പപ്പടം. നല്ല പപ്പടം ഇല്ലാതെ ചോറ് ഇറങ്ങില്ല വെച്ചാൽ വേറൊരു സാധനം തരാം. ഇതാ ചേന വറുത്തത്. 4 കഷ്ണം കഴിക്കുക. അതെ, 4 കഷ്ണം ഇടുള്ളൂ. അപ്പൊ ഇന്നത്തെ ലഞ്ച് ഇതാണ് കേട്ടോ. സിമ്പിളാണ്, പക്ഷെ നല്ല പോഷക ആയിട്ടുള്ള ലഞ്ചാണ്. പോഷകാണ് എല്ലാം പോഷകാണ്. പച്ചക്കറി. അപ്പൊ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ. കൂന് ശരിക്ക് ഇറച്ചിക്കറി ഉണ്ടല്ലേ? നല്ല മട്ടൻ കറിയാവും. അല്ല, ഈ കോമ്പിനേഷൻ എങ്ങനെയുണ്ട്? ചക്കക്കുരു നമ്മളിതുവരെ വെച്ച് അങ്ങനെ ഉണ്ടാക്കാറില്ലല്ലോ ചക്കക്കുരു ഇട്ടിട്ട്. ചപ്പാത്തിക്ക് നല്ല സ്വാദാട്ടോ. അത് കൂണ് മാത്രം ചപ്പാത്തിക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇത് ഒരു വെറൈറ്റി. ചക്കക്കുരു കഴിഞ്ഞിട്ടില്ല അക്കുറി ഞങ്ങളെടുത്ത്, അതുകൊണ്ട് ഉണ്ടാക്കിയതാ. മറ്റേത് ഈ കർക്കിടക മാസത്തില് ചക്കക്കുരു ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം ചക്ക ഇത് അവസാനത്തെ ഒന്നും കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഉണ്ടല്ലേ. പേര് പിന്നെ എന്താ പറയാ, ഇതിപ്പോ കണ്ടിട്ടുണ്ടെങ്കിൽ സ്വപ്നക്കും ഗീതുവിനൊക്കെ ഭയങ്കര ഡൗട്ട്. അവർക്കാണെങ്കിൽ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപ്പേരിയാണ് ഈ എന്താണ് കായത്തോലുപ്പേരി. അപ്പൊ ഇത് കണ്ടാൽ അവർക്ക്
ഭയങ്കര ഇതുണ്ടാവും. ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുണ്ട്, എത്ര ദിവസം ഇരിക്കുന്ന അറിയില്ല അവരടുത്ത് പോകുമ്പോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ദിവസം ഇങ്ങനെ ഓരോ വിഭവമായിട്ട് ഇങ്ങനെ പോണു. ഇതിലേക്ക് ഒരു മീൻ വറുത്തുണ്ടെങ്കിൽ അതെ, മീൻ വറുത്തത് അതെ കുശാലായി. ഓക്കെ, ബൈ.